ബോൺസിൻ്റെ അലൈൻമെൻറ്റ് മാറുമ്പോഴത്തേക്ക് ആ രോഗി നടക്കുമ്പോൾ ആ ഏരിയയിൽ പ്രഷർ കൂടുകയും അവിടെ തഴമ്പുണ്ടാവുകയും ആ തഴമ്പിൽ റിപ്പീറ്റഡായിട്ട് പ്രഷർ വരുമ്പോഴത്തേക്ക് അതൊരു അൾസറായി മാറുകയും ചെയ്യുന്നതാണ് ഈ ഡയബറ്റിസ് രോഗികൾക്കുള്ള ഈ മുറിവിൻ്റെ പ്രത്യേകത. ഒരു പ്രായത്തിന് ശേഷം നമ്മൾ മുഖത്തേക്കാട്ടി കാലിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ, കാലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വെയിറ്റ് ബെയർ ചെയ്യുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ളൊരു ഇത്. മുഖസംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് പാദസംരക്ഷണം. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് SUT ഹോസ്പിറ്റൽ ജനറൽ സർജൻ കോശി പണിക്കരാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ. ഞാനിപ്പോൾ പറഞ്ഞു പാദസംരക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പോഡിയാട്രിയെ കുറിച്ച് അധികം ആർക്കും അറിയില്ല, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. എന്താണ് പോഡിയാട്രി? അതെ, മലയാളികൾക്ക് ഒരു പുതിയ ഒരു പേരാണ് പോഡിയാട്രി അല്ലെങ്കിൽ പോഡിയാട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പോഡിയാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് ചെയ്യുന്നത് പാദ സംരക്ഷണം എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ്. അതായത് ഡയബറ്റിസ് വന്നു കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കാലിലേക്കുള്ള മോട്ടോർ ന്യൂറോൺസും മറ്റു ന്യൂറോൺസിൻ്റെയും പ്രവർത്തനം കുറയുകയും അവിടെയുള്ള നെർവ്സിൻ്റെ ഡാമേജ് വന്നതിന് ശേഷം കാലിലേക്ക് ഒരു എരിച്ചിൽ പോലെ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ പോലുള്ള വേദനയും അതേ തുടർന്ന് രാത്രികാലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നീട് അതൊരു മുറിവായി മാറുക, കാലിൻ്റെ അടിയിൽ തഴമ്പാവുക എന്നുള്ള കാര്യങ്ങൾ എല്ലാം ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോഡിയാട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാദം കുറച്ച് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെയുള്ള ഈ വൂൺസ് ഒക്കെ വരുന്നുണ്ട്, ഉണങ്ങാത്ത മുറിവുകൾ വരാറുണ്ട് കാലിൽ. ഈ ചെളിവെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ട് വരുമ്പോഴുള്ള ഇൻഫെക്ഷൻസ് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാമാണോ ഇവിടെ ചികിത്സ ചെയ്യുന്നത്? അതെ, ഇത് പോഡിയാട്രി എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് പ്രിവെൻഷൻ ഓഫ് ആംപ്യൂട്ടേഷൻ എന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഡയബറ്റീസ് വന്നതിന് ശേഷം ഈ കാലിലേക്കുള്ള ലോസ് ഓഫ് സെൻസേഷൻ, അതായത് പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ നമുക്ക് ലോസ് ആവുകയാണ് ഈ ഡയബറ്റീസ് കാരണം. അങ്ങനെ കുറേ കാലം ഡയബറ്റീസ് ആകുമ്പോഴത്തേക്ക് ഈ സെൻസിറ്റിവിറ്റി പോവുകയും കാലിലൊരു മുറിവുണ്ടാവുന്നത് ആ രോഗി അറിയാതിരിക്കുകയും അത് മുറിവ് വഷളായി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എപ്പോഴും വരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരാതെ തന്നെ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് നമ്മൾ ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പോഡിയാട്രിസ്റ്റിനെയും കൂടെ കാല് കാണിക്കുക എന്നുള്ളതാണ്. അതായത് സെൻസേഷൻ പോയിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കണോ, അല്ലെങ്കിൽ ഒരു മുറിവ് വന്നു പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നില്ല, അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പോഡിയാട്രിയിൽ ചെയ്യുന്നത്. പിന്നെ ക്രോണിക് വൂൺസ്, അതായത് ഒരു ഡയബറ്റീസ് രോഗിക്ക് ഒരു മുറിവുണ്ടായി അത് ഉണങ്ങുന്നില്ല, അതിന് പല കാര്യങ്ങളുണ്ടാവും. അത് ഫൂട്ടിൻ്റെ ബയോ മെക്കാനിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫൂട്ടിൻ്റെ അലൈൻമെൻറ്റ് മാറുന്നതുകൊണ്ടായിരിക്കും. അതായത് എല്ലുകളെല്ലാം നേരെ ഇരിക്കേണ്ടടുത്ത് ഈ മസിലിൻ്റെ അട്രോഫി, അതായത് ചുരുങ്ങുന്നത് കാരണം ഈ ബോൺസിൻ്റെ അലൈൻമെൻറ്റ് മാറുമ്പോഴത്തേക്ക് ആ രോഗി നടക്കുമ്പോൾ ആ ഏരിയയിൽ പ്രഷർ കൂടുകയും അവിടെ തഴമ്പുണ്ടാവുകയും ആ തഴമ്പിൽ റിപ്പീറ്റഡായിട്ട് പ്രഷർ വരുമ്പോഴത്തേക്ക് അതൊരു അൾസറായി മാറുകയും ചെയ്യുന്നതാണ് ഈ ഡയബറ്റിസ് രോഗികൾക്കുള്ള ഈ മുറിവിൻ്റെ പ്രത്യേകതകൾ. പിന്നെ അൺകൺട്രോൾഡ് ഡയബറ്റിസ്, ഇതും കാരണവും മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കി ആ മുറിവിന് വേണ്ട ഉണങ്ങാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സർജറിയിലൂടെ ആ തഴമ്പ് ചെത്തിക്കളഞ്ഞ് അവിടെ ഫ്രഷ് ആക്കുക, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പോഡിയാട്രിയിൽ ചെയ്യുന്നത്. ഈ ഡയബറ്റിക് പേഷ്യൻറ്റിനാണല്ലോ ഇങ്ങനെ മുറിവ് ഉണങ്ങാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ്. അല്ലാതെ വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? നമുക്ക് ക്രോണിക് വൂൺസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് പേഷ്യൻറ്റിന് മാത്രമല്ല, നമ്മുടെ കാലിലേക്കുള്ള രക്തധമനികളുണ്ട്. ആ രക്തധമനികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതായത് ഒരു വീനസ് സ്റ്റാസിസ് കാരണം ഉണ്ടാകുന്ന വേരിക്കോസ് വെയിൻ അൾസേഴ്സ് ഉണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ വീനസ് അൾസേഴ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള മുറിവുകളും നമ്മൾ ഇതേ രീതിയിൽ തന്നെ അതിനൊക്കെയുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ വേരിക്കോസ് വെയിൻ്റെ സർജറി ചെയ്ത് ആ മുറിവിലേക്കുള്ള അശുദ്ധ രക്ത സപ്ലൈ കട്ട് ചെയ്തിട്ട് ആ മുറിവിനെ
തിരിച്ച് ഗ്രാനുലേറ്റ് ആയി അത് ക്ലോസ് ആവാനുള്ള എൻവയോൺമെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം ഇത് ഇങ്ങനെ സർജറി അല്ലാതെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലേക്ക് പോവാതെ മെഡിസിൻസ് എന്തെങ്കിലും എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും? ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ നമ്മൾ ആദ്യമേ പ്രിവെൻഷനാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലാവരും ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജി ഡോക്ടറിനെ കണ്ട് അവരുടെ ഡയബറ്റീസിനുള്ള മരുന്ന് വാങ്ങിക്കും, ഡയബറ്റീസിനുള്ളതും വാങ്ങിക്കും, നെർവിനുള്ള സംരക്ഷണത്തിനുള്ള മരുന്നും വാങ്ങിക്കും. പക്ഷേ അവിടെ ഫൂട്ട് എക്സാമിൻ ചെയ്യാതെ പോവുകയാണ്. അവിടെ ഫൂട്ട് എക്സാമിൻ ചെയ്യാതെ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ തഴമ്പുകൾ രോഗി പോലും അറിയാതെ ഉണ്ടാവുകയും അവിടെ ഒരു മുറിവ് ഉണ്ടാവുകയും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പഴുപ്പുണ്ടാവുകയും അങ്ങനെ ഈ ഒരു മുറിവിലേക്ക് ക്രോണിസിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പോഡിയാട്രിസ്റ്റിൻ്റെ മെയിൻ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള പേഷ്യൻസ് ഒരു പോഡിയാട്രിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൂട്ട് എക്സാമിനേഷൻ, ഫൂട്ടിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് നോക്കുക, പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ മിസ്അലൈൻമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതിന് ആപ്റ്റായിട്ടുള്ള ഇൻസോൾസ് അല്ലെങ്കിൽ ഫുട് വെയർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്കിന്ന് കേരളത്തിൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് വിട്ട് ഇവർക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഫുട് വെയർ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90% ഒരു മുറിവുകളോ അല്ലെങ്കിൽ ഇത് കണക്ക് കാലസ് ഫോർമേഷനോ എല്ലാം നമുക്ക് തടയാൻ പറ്റും. പിന്നെ മെഡിസിൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നെർവ് പ്രൊട്ടക്റ്റീവ് മെഡിസിൻസ് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ഡയബറ്റീസ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കാലിൽ മുറിവ് സംഭവിച്ചു, അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഏത് ടൈമിലായിരിക്കും, എന്തുകൊണ്ടായിരിക്കും അത്? ഇത് പൂർണ്ണമായും രോഗി കാലിനെ സംരക്ഷിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കാലിൻ്റെ അവസ്ഥ എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ളൊരു ഇത്. അതായത് ഞാൻ പറഞ്ഞ കണക്ക് ലോസ് ഓഫ് പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ. അതായത് നമ്മളുടെ കാലിൽ ഇപ്പോൾ ഒരു ചൂട് തട്ടി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കല്ല് കൊണ്ട് നമുക്കറിയാൻ പറ്റും. ഈ രോഗികൾക്ക് ഈ സെൻസേഷൻ പോകുന്നത് കാരണം ഇവർക്ക് ഇത് അറിയത്തില്ല. അറിയാതെ ചെറിയൊരു മുറിവായിരിക്കും, വേദനയോ മറ്റു കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ അവർക്കിത് മനസ്സിലാവത്തുമില്ല. അൺലെസ് ആരെങ്കിലും ഈ ഒരു ഫുഡ് എക്സാമിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മുറിവ് ക്രോണിക് ആയിട്ട് കുറച്ചുകൂടെ മുറിവിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൂടുമ്പോഴേ ശ്രദ്ധയിൽപ്പെടുമ്പോഴത്തേക്ക് തന്നെ അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ പഴുപ്പും കാര്യങ്ങളും എല്ലാം ആയി കാണും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നത്. അതായത് മറ്റ് ബോഡി പാർട്സിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയും പിന്നെ ആ ഒരു ഇററിപ്പയറബിൾ സ്റ്റേജിലേക്ക് ആ ടിഷ്യൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പരിധി വരെ അത് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം ഇപ്പം നമുക്കില്ല, കാരണം അതിൻ്റെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ആംപ്യൂട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഡോക്ടർ, ഇപ്പോൾ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതെ, നമ്മൾ ഏതൊരു സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ പോലെയും നമുക്ക് പോഡിയാട്രിയിലും ഓഫ് ലോഡിങ് സർജറീസ് ഉണ്ട്. അതായത് ഈ വിരലിൻ്റെ അടിയിലൊക്കെ ക്രോണിക് ആയിട്ട് ഒരു 6-7 വർഷമായിട്ടുള്ള മുറിവുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് അറിഞ്ഞിട്ടില്ലേ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ആദ്യമേ ഒരു എക്സ്റേ എടുക്കുക. എക്സ്റേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഒരു എല്ലിൻ്റെ മിസ്അലൈൻമെൻറ്റ് കാരണമാണ്. അപ്പം നമുക്ക് ഓഫ് ലോഡിങ് സർജറീസ്, അതിന് പലതരം ഓഫ് ലോഡിങ് സർജറീസ് ഉണ്ട്. ആ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-6 ആഴ്ച കൊണ്ട് ഈ മുറിവ് തന്നെ ഉണങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തറവ് ഡിബ്രൈഡ്മെൻറ്റ്. ഫസ്റ്റ് ഡിബ്രൈഡ്മെൻറ്റ് ഇസ് ദ ബെസ്റ്റ് ഡിബ്രൈഡ്മെൻറ്റ്. ആദ്യം തന്നെ നല്ലതുപോലെ ഡിബ്രൈഡ് ചെയ്ത് ആ ഡെഡ് ടിഷ്യൂസ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വാക്യൂം ഡ്രസ്സിങ് എന്ന് പറഞ്ഞുള്ള തെറാപ്പീസ് ഉണ്ട്. അതായത് നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി. അതായത് നമ്മുടെ കാലിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നെഗറ്റീവ് പ്രഷർ വെച്ച് ആ ടിഷ്യൂസിലുള്ള മുറിവിലുള്ള എഡിമയും പസ്സും എല്ലാം വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ഗ്രാനുലേറ്റ് ചെയ്ത് ക്ലീനായി ആ വലിയ കുഴിയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാനുലേറ്റ് ചെയ്ത് വരും. ഗ്രാനുലേറ്റ് വന്നതിന് ശേഷം നമുക്ക് സ്കിൻ ഗ്രാഫ്റ്റ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ തീരുകയാണ്. പിന്നെ നമ്മൾ ഓഫ് ലോഡിങ് ആയിട്ടുള്ള ആ ഒരു സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ സാൻഡൽസ് ഉപയോഗിക്കുക. പിന്നീട് ഈ ഒരു സ്കിന്നൊക്കെ പിന്നെ അത് നോർമലായിട്ട് വന്നോളൂ. കാരണം നമ്മുടെ തന്നെ സ്കിൻ നമുക്ക് അവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ, എന്തൊക്കെ സർജറീസ് ആണ് ഉള്ളത് ഈ ഒരു പോഡിയാട്രിയിൽ? നമുക്ക് ഓഫ് ലോഡിങ് സർജറീസ് എന്ന് പറയുന്നത് ഒന്ന് തറവായിട്ടുള്ള ഡിബ്രൈഡ്മെന്റ് ആണ്.
പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ചെറുവിരലിൻ്റെ അടിയിലോട്ടുള്ള എവിടെയാണോ പ്രഷർ പോയിന്റ്സ് അവിടുത്തെ എല്ല് ഡിബ്രൈഡ് ചെയ്യുക അങ്ങനെയുള്ള അതിൻ്റെ പേരുകൾ പറഞ്ഞാൽ അത് വലിയ വലിയ പേരുകളാണ്. മനസ്സിലാവണമെന്നില്ല അല്ലേ? അതെ അതെ. അപ്പോൾ ഈ ഒരു റുട്ടീനായിട്ട് ഈ ഒരു സർജറീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നു അത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റേഴ്സ് കേരളത്തിൽ കുറവാണ്. പോഡിയാട്രി സർവീസസ് കൊടുക്കുന്ന ഇത് കുറവാണ്. ഈ പോഡിയാട്രിയിൽ തന്നെയാണ് ഈ വൺസ് ഇൻ 6 months ഈ നെയിൽ ക്ലിപ്പിംഗ്, വയസ്സായവർക്ക് ഈ നഖം ഭയങ്കര കട്ടിയായിരിക്കും. അപ്പം അവർക്ക് തന്നെ സാധാ ക്ലിപ്പേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർ ശ്രമിച്ച് അവിടെ ഒരു മുറിവുണ്ടാവും, അവർ തന്നെ അറിയത്തില്ല, ഒന്ന് കാലെത്തത്തില്ല, ഒന്ന് കാണത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ തന്നെ ക്ലിപ്പേഴ്സ് ഉപയോഗിച്ച് അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആ സർവീസസ് എല്ലാം നമ്മൾ പോഡിയാട്രിയിൽ കൊടുക്കുന്നുണ്ട്. അതായത് പ്രായമായവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് നെയിൽ ക്ലിപ്പിംഗ്സ് ചെയ്യും, കാലസസ് നോക്കും, അത് കാലസ് ഷേവിങ് ചെയ്യും. അതായത് ഒരു മിനി പെഡിക്യൂർ പോലെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതെ, ഒരു ഫുഡ് കെയർ. അതായത് വൺസ് ഇൻ 6 months എല്ലാവരും അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വൺസ് ഇൻ 6 months വെച്ച് കൂട്ടി പറഞ്ഞതാണ്. 3 monthsലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഡെയിലി ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും അതിൻ്റെ കൂടെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ പോഡിയാട്രി സെൻറ്റേഴ്സ് വളരെ കുറവാണ്. അത് വൺ ഓഫ് ദ സെൻറ്ററാണ് SUT ട്രിവാൻഡ്രം. നമ്മൾ ഈ സർവീസസ് എല്ലാം SUT ട്രിവാൻഡ്രത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു അഡൽട്സിൽ നിന്നും ഇങ്ങനൊരു ഈ ഒരു സർജറിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതെല്ലാം തടയാൻ സാധിക്കും. ഈ ഒരു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നെയിൽ ക്ലിപ്പിങ്ങും ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു സംരക്ഷണം കൊടുക്കുകയാണ്. ഒരു പ്രായത്തിന് ശേഷം നമ്മൾ മുഖത്തേക്കാട്ടി കാലിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ, കാലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വെയിറ്റ് ബെയർ ചെയ്യുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ളൊരു ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഓഫ് ദ ബോഡി എന്ന് കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടും കാല് തന്നെയാണ്. ഓക്കെ, അപ്പൊ പാദസംരക്ഷണം എല്ലാവരും നോക്കുക. നമ്മളോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ കോശി പണിക്കരാണ്. താങ്ക് യു ഡോക്ടർ. നമസ്കാരം.